തിരുവനന്തപുരത്തുണ്ടായ ഇന്നത്തെ ഒരു പ്രധാന വാർത്തയിലേക്കാണ്. 2.5 വയസ്സുകാരിക്ക് നേരെ കൊടും ക്രൂരതയുമായി ശിശുക്ഷേമ സമിതിയിലെ ജീവനക്കാർ. കിടക്കയിൽ മൂത്രമൊഴിച്ചതിന്റെ പേരിൽ കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച 3 ആയമാരെ പോക്സോ പ്രകാരം അറസ്റ്റ് ചെയ്തു. 7 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതായി ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി അറിയിച്ചു. ശിശുക്ഷേമ സമിതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറി കുറ്റകൃത്യം ഒളിപ്പിച്ചുവെന്നും ക്രിമിനലുകളുടെ താവളമാണ് ശിശുക്ഷേമ സമിതിയെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. അനാഥരും നിരാലംബരുമായ കുഞ്ഞുങ്ങളെ സർക്കാരിന്റെ അധീനതയിൽ സംരക്ഷിച്ചു പോരുന്ന ശിശുക്ഷേമ സമിതിയിലാണ് ഒരു കുഞ്ഞ് കൊടും ക്രൂരതയ്ക്കിരയായത്. സംരക്ഷിക്കേണ്ട കരങ്ങളിൽ നിന്നു തന്നെ ക്രൂരത ഏറ്റുവാങ്ങേണ്ടി വന്നു. രാത്രി കിടക്കയിൽ മൂത്രമൊഴിച്ചതിന്റെ പേരിൽ ആയമാർ 2.5 വയസ്സുകാരിയുടെ ജനനേന്ദ്രിയത്തിൽ നുള്ളി മുറിവേൽപ്പിക്കുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആയമാർ കുളിപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് വാവിട്ട് നിലവിളിച്ച കുഞ്ഞിനെ പരിശോധിച്ചപ്പോൾ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ അധികൃതരെ അറിയിക്കുകയും വൈദ്യപരിശോധനയ്ക്ക് ശേഷം കുഞ്ഞിന് ക്രൂരമായി ഉപദ്രവമേറ്റതായി കണ്ടെത്തുകയും ചെയ്തു. മ്യൂസിയം പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ജീവനക്കാരെ വിശദമായി ചോദ്യം ചെയ്യുകയും കുറ്റക്കാരായ 3 പേർ അറസ്റ്റിലാകുകയും ചെയ്തു. അജിത, മഹേശ്വരി, സിന്ധു എന്നീ 3 പേർക്കെതിരെ പോക്സോ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത്. 7 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതായി ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി അറിയിച്ചു. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ശിശുക്ഷേമ സമിതി ഇല്ല എന്നുള്ളതിന്റെ തെളിവ് കൂടിയായിട്ടാണ് ഈ കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഒരിക്കലും ഇത്തരം കാര്യങ്ങളെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ഭരണസമിതിയല്ല. അതുകൊണ്ട് തന്നെയാണ് കാര്യശ്രദ്ധ വന്നുടൻ തന്നെ നടപടിയിലേക്ക് പോയത്. കുട്ടിയുടെ ബട്ടക്സിൽ നുള്ളിയ മുറിപ്പാടാണ് ശ്രദ്ധ വന്നത്. അപ്പോൾ തന്നെ കുട്ടിയുടെ മെഡിക്കൽ എടുക്കാനും മറ്റു നിയമപരമായ നടപടി സ്വീകരിക്കാനും സമിതി തീരുമാനിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. കുറ്റകൃത്യം മറച്ചുവെച്ചുവെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശിശുക്ഷേമ സമിതിയിലേക്ക് തള്ളിക്കയറി. ജീവനക്കാരും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസ് എത്തി പ്രവർത്തകരെ മാറ്റി. അതേസമയം കുറ്റകൃത്യം ഒളിപ്പിച്ചു വെച്ചതിന്റെ പേരിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഉൾപ്പെടെയുള്ളവർക്ക് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ആയമാരെ സസ്പെൻഡ് ചെയ്തതിലൂടെ എല്ലാം അവസാനിപ്പിച്ചുവെന്ന് കരുതരുതെന്നും പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.